2 പെൺകുട്ടികൾ മാത്രമുള്ളൊരു വീട്ടിൽ രാത്രി പുറത്തേക്കൊക്കെ പോകുമ്പോൾ അച്ഛൻ്റെ കൂടെ മാത്രം പോകണം, വീട്ടിലോട്ട് തിരിച്ചു വരികയാണെങ്കിൽ അച്ഛനെ വിളിച്ചിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് രാത്രി ഒരുപാട് പേടിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്നൊരു വീട്ടിലെ കുട്ടിയാണ് ഞാൻ. സോ ആ ചെറുപ്പം മുതൽക്ക് തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഫ്രീ ആയിട്ട് രാത്രി നന്നായിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒരു ജോലി കിട്ടി പുറത്തോട്ട് വന്നു. അവിടുത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ എൻ്റെ വീടിനേക്കാളും മോശമായിരുന്നു. രാത്രിയെന്ന് മാത്രമല്ല, രാവിലെ പോലും പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് ബാംഗ്ലൂരിലോട്ട് മാറുന്നത്. ഇവിടെ വന്നപ്പം ഐ ഡു റിമെമ്പർ ദ ഫസ്റ്റ് ഡേ ഐ വെൻ്റ് ഔട്ട്. ഞാനൊരു വണ്ടിയുടെ ബാക്കിൽ ഇരുന്നിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ ആകാശത്തോട്ട് നോക്കി. എന്താ പറയുക, ചെറിയ കുട്ടിക്ക് പുതിയ സാധനമൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആവാറില്ല, അതുപോലെയായിരുന്നു. ഞാൻ ചുമ്മാ ആകാശം നോക്കി ചുമ്മാ തുള്ളിച്ചടയുന്നു, ചുമ്മാ ചിരിക്കുമായിരുന്നു. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. അതിനുശേഷം ഓരോ രാത്രികളിൽ പുറത്തോട്ട് ഇങ്ങനെ പോകുമ്പോഴും ഞാൻ ചുമ്മാ ഇങ്ങനെ ആകാശം നോക്കും. അതിന് ഒരുപാട് എൻജോയ് ചെയ്യും. അതിപ്പോൾ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എന്ത് ഫീലാണെങ്കിലും ഇങ്ങനെ ചുമ്മാ ആകാശത്തോട്ട് നോക്കിയിരിക്കുമ്പം അതിനൊരു പ്രത്യേക ഫീലാണ്. പണ്ട് ചെറുപ്പത്തിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ മാനത്തോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അന്ന് നോക്കിയിരുന്ന അപ്പം കിട്ടിയിരുന്ന ഒരു ഫീലും ഇപ്പം കിട്ടുന്ന ഫീലും വല്ലാത്തൊരു ഡിഫറൻസ്. ഇപ്പോൾ പണ്ട് കൂടെ ഉണ്ടായിരുന്ന ഒന്നും എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും അതുപോലെയൊന്നും അല്ല. ഇപ്പോൾ ഒരുപാടെല്ലാം മാറിപ്പോയി. ഇപ്പോൾ എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ എനിക്ക് നോക്കിയിരിക്കാം. എത്ര പേർക്ക് റിലേറ്റബിൾ ആയിരിക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് പണ്ട് എനിക്ക് അങ്ങനെ പുറത്തൊക്കെ പോകണം, ഒന്നിങ്ങനെ ആകാശം ഒന്ന് എവിടെയെങ്കിലും ഫ്രീ ആയിട്ടൊന്ന് കാണണം എന്ന് ആഗ്രഹിച്ചിരുന്നൊരു കുട്ടി ഇന്നത് എക്സ്പീരിയൻസ് ചെയ്യാണ്. ആൻഡ് ഐ എം ട്രൂലി ഹാപ്പി ഫോർ ദാറ്റ് ലിറ്റിൽ ഗേൾ. അവൾ വിഷ് ചെയ്ത ഒരു കാര്യം, കുഞ്ഞു കാര്യം, അത് നേടിയെടുക്കാൻ പറ്റിയല്ലോ എന്നുള്ളതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്.